മയക്കുമരുന്ന് കേസ് അന്വേഷിക്കാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച് ഒരാൾ പിടിയിലാകുന്നു. ആ യുവാവ് ഒരു നേതാവിൻ്റെ അനിയനാണ് എന്ന് നമ്മൾ അറിയുന്നു. പിന്നാലെ മറ്റൊരു ചെറുപ്പക്കാരൻ പറയുന്നത് കേരളം കേൾക്കുന്നു. ആ നേതാവിനോട് ഞാൻ അയാൾ പറഞ്ഞതിനും കാണിച്ചതിനും പകരം ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ അച്ഛനെ ഓർത്തുപോകുന്നു. പോലീസിൻ്റെ പിടിയിലായത് PK ബുജൈർ. ആ യുവാവിൻ്റെ സഹോദരൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ഫിറോസിനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ബിനീഷ് കോടിയേരി, അന്തരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ. ഇതിനും പിന്നാലെ മുസ്ലിം ലീഗ് മയക്കുമരുന്ന് മാഫിയയുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പിടിയിലാണ് എന്ന് കുറ്റപ്പെടുത്തി KT ജലീൽ MLA. PK ഫിറോസ് പറഞ്ഞതുപോലെ ബുജൈറിൻ്റേത് ഒരു വ്യക്തിയുടെ അറസ്റ്റ് മാത്രമാണോ, അതോ വർത്തമാന കേരളത്തിൻ്റെ ആശയാകാശത്തിൽ ഒരുപാട് ചർച്ചകൾ ഉയർത്താവുന്ന ഒരു വെള്ളിടി വെട്ടലോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഉയർത്തുന്നത് മന്ത്രിയോ MLAയോ ആകാൻ നിസ്സാരരായ മനുഷ്യരുടെ മാനവും ജീവിതവും കരുവാക്കി ചിലർ കളിക്കുന്ന കള്ളച്ചൂതുകളിൽ നിന്ന് കേരളം വിമോചനം കൈവരിക്കണം എന്ന സന്ദേശമല്ലേ? മുസ്ലിം ലീഗിനെതിരെ KT ജലീൽ ഉയർത്തുന്നത് എതിർമുന്നണിയിലെ ഒരു MLAയുടെ പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് തള്ളിക്കളയേണ്ട രാഷ്ട്രീയ കക്ഷി ആരോപണങ്ങൾ മാത്രമാണോ, അതോ ഒരു മുൻ മുസ്ലിം ലീഗുകാരൻ്റെ വിമർശനങ്ങൾ എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗ് തന്നെ പരിഗണിക്കേണ്ട ധാർമ്മിക, നൈതിക, രാഷ്ട്രീയ, സംഘടനാ പ്രശ്നങ്ങളാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. വ്യക്തിപ്പെട്ടതോ വെള്ളിടി വെട്ടലോ?